ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രിസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ നനയ്ക്കുന്നത് കണി കണ്ടായിട്ടാണ് കേട്ടോ ഞാൻ എണീറ്റ് വന്നത്. രാവിലെ 7 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനിതൊക്കെ നോക്കി നിന്നു. ഏട്ടൻ പറഞ്ഞു എന്താ ചെടികളൊക്കെ വാടി, കാറ്റ് കാരണം മഞ്ഞും കാരണമൊക്കെ വാടി. അപ്പോൾ ചേട്ടൻ നിങ്ങളെ വിഷ് ചെയ്തതാണ്. വിഷ്ണു സഹസ്രനാമം വെച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് ഞാനിത് വോയിസ് ഓവർ കൊടുക്കുന്നതാണ്. വോയിസ് ഉണ്ടായിരുന്നു, അപ്പോൾ പിന്നെ അത് ഇടാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുറച്ച് നേരം പ്രകൃതിയൊക്കെ ഭംഗിയൊക്കെ നോക്കി ഇങ്ങനെ നടന്നു. സമയം ഭക്ഷണം ഉണ്ടാക്കുന്ന സമയമൊക്കെ ആവുന്നേ ഉള്ളൂ. ചായ ഉണ്ടാക്കി വെച്ചിട്ടോ. ആ ചായ ഉണ്ടാക്കി അത് കുടിച്ചിട്ടില്ല, ചൂടാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം പ്രകൃതി ഭംഗിയൊക്കെ നോക്കി ഇങ്ങനെ നടക്കും. അത് രാവിലെ ഇങ്ങനെ വീടിന് ചുറ്റുമൊന്ന് നടക്കുന്നത് മാനസികോല്ലാസത്തിന് നല്ലതാണ്. നമുക്ക് വേറെ എവിടെയും നടക്കാൻ പോകുന്നില്ലെങ്കിൽ നമ്മളിങ്ങനെ നടക്കുന്നതാണ് നമുക്ക് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അപ്പോൾ നേരെ എണീറ്റ ഉടനെ തന്നെ ഓടിപ്പോയി കിച്ചണിലേക്ക് കയറിനേക്കാളൊക്കെ നല്ലത്. പിന്നെ നമുക്ക് സ്കൂളിൽ പോകുന്ന കുട്ടികളും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ആയാസമില്ലാതെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഏട്ടന് പോകുന്ന സമയം ആകുന്നതനുസരിച്ച് നമുക്ക് ഫുഡ് ഉണ്ടാക്കിയാലും മതി. അപ്പോൾ അത് ലഞ്ച് കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ ചൂടോട് കൂടി അത് ഇരിക്കും ചെയ്യും. നേരത്തോടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തണുപ്പാവും. പ്രത്യേകിച്ച് ഇപ്പോൾ ഇത്തിരി തണുപ്പുള്ള സമയമായതുകൊണ്ട്, ചൂടായി തുടങ്ങിയെങ്കിൽ പോലും. അപ്പോൾ എങ്ങനെയായാലും കുറച്ചുകൂടി നല്ല ഇതല്ലായിരിക്കും. പിന്നെ ചക്കയൊക്കെ ഇപ്പം ഈ പ്രാവശ്യം വളരെ കുറവാണ്. അല്ലെങ്കിൽ ഈ താഴത്തൊക്കെ ഇഷ്ടം പോലെ ചക്കയൊക്കെ ഉണ്ടാവുന്നതാണ്. ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു. ഏറ്റവും മുകളിലൊരു 10-20 ചക്ക മുകളിൽ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ താഴത്തൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ പ്ലാവിനെയൊക്കെ ലക്ഷ്യമിട്ടിട്ടാണ് ഞാൻ നടക്കുന്നത്. എനിക്ക് അത്രയും. പിന്നെ ഈ മാവുണ്ടല്ലോ, ഞാൻ വന്ന കാലം തൊട്ട് ഈ ഒരൊറ്റ നിലവ ഒരു പൂക്കേ കാക്കി ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു മാവും തെയ്യായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ എനിക്കിഷ്ടമാണ്. അതിൻ്റെ ചുറ്റിനും ഇങ്ങനെ കുഞ്ഞു മാവാണ്. അപ്പോൾ അങ്ങനെ നടക്കാനായിട്ട്. അപ്പം അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇടയ്ക്ക് എൻ്റെ ഫോട്ടോസും ഒന്ന് കാണണ്ടേ, എന്നെയും കൂടി കാണണ്ടേ. അപ്പോൾ അങ്ങനെ നമ്മുടെ സന്തോഷങ്ങൾക്കാണല്ലോ ഇന്നും പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സന്തോഷങ്ങൾ. അപ്പോൾ രാവിലെ മുറ്റത്ത് ഇങ്ങനെ നടക്കും. അപ്പോൾ മുറ്റടിച്ചു വരാനുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ രാവിലേക്കുള്ള പ്ലാനുകൾ ഇതെല്ലാം നമ്മളിങ്ങനെ ഈ ഒരു നടത്തത്തിലൂടെ കഴിയൂട്ടാ. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ നനയ്ക്കുന്ന നോക്കുമ്പോഴേ ഈ തുളസി ഉണ്ടല്ലോ, നമ്മുടെ രാമതുളസി കണ്ടോ, ഇലകളൊക്കെ ഇങ്ങനെ വിട്ടിട്ട് പോകുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അത് അവിടെ നിന്ന് പറിച്ച് നടേണ്ട സമയമായി, എന്തോ കേടായി തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നു, ഇനി എല്ലാ ചെടികളും എനിക്ക് പിടിക്കും എന്നൊക്കെ പറഞ്ഞു. അത് ഫുള്ള് ഇങ്ങനെ കിളി കൊത്തിയിട്ടാണോ കാക്ക കൊത്തി എന്താണെന്നറിയില്ല, പുഴു പിടിച്ചതാണോന്നറിയില്ല, ഇലകളെല്ലാം അങ്ങനെ കൊഴിഞ്ഞു പോയിരിക്കണു. എന്തോ അറിയില്ല. ഇനി അത് പറിച്ച് വേറെ കൊണ്ടുപോയിട്ട് നടണം, അല്ലെങ്കിൽ നമ്മുടെ ഈ നിൽക്കുന്ന രാമതുളസിമയ്ക്കൊക്കെ പിടിക്കും. അപ്പം അങ്ങനെ ചേട്ടൻ്റെ റുട്ടീനാണ് ചെടികൾ നനയ്ക്കുക എന്നുള്ളത്. ആൾക്ക് ഇഷ്ടമാണ്. ആളുടെ ഒരു മാനസികോല്ലാസമാണ് രാവിലെ ചെടികൾ നനയ്ക്കുക, ഇങ്ങനെ ചെടികൾക്ക് ചുറ്റും ഇങ്ങനെ നടക്കുക. അതൊക്കെ ആളുടെ ഒരു സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ഇവിടുത്തെ ചവിട്ടുപടിമ വന്നിങ്ങനെ ഇരിക്കണം നേരത്തെ ചേട്ടൻ കാർമയ്ക്ക് വെള്ളം ചുറ്റി. അപ്പോൾ ഞാൻ വേഗം അവിടെ നിന്ന് എണീറ്റതാണ്. ചേട്ടൻ്റെ ഓരോരോ തമാശകൾ. അപ്പോൾ അത് കഴിഞ്ഞു ഞാൻ നമുക്ക് ഇതൊക്കെ കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് അങ്ങ് ചെന്നു കേട്ടോ. വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയാണ് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെണ്ടയ്ക്ക വേഗം ഇങ്ങനെ അങ്ങ് നുറുക്കി റെഡിയാക്കി അങ്ങ് വെച്ചു. നെടുകെ ചീന്തിയിട്ട് പിന്നെ ഇങ്ങനെ നുറുക്കുക. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത്തിരി കഴുകിട്ടിട്ട് അത് പച്ചമുളകും കൂടി ചേർത്തിട്ട് വെണ്ടക്കായും പച്ചമുളകും കുറച്ച് ഉപ്പിട്ടിട്ട് അത് അങ്ങ് വേവിക്കും. അത് അങ്ങനെ തുറന്ന് വെച്ച് വേവിക്കും കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ പച്ചക്കളറൊക്കെ പോകും. പിന്നെ ഞാനെന്ന് വെച്ചാൽ അച്ചാറിടാനായിട്ട് മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാങ്ങയണ്ടി ഉണ്ടല്ലോ, മാങ്ങയോട് ചേർന്ന് നിൽക്കുന്ന തൊലി ഭാഗം, ആ കഴമ്പ് എടുത്തിട്ട് കറിയിലേക്ക് ഇടാൻ അച്ചാറിനുള്ളതൊക്കെ ചെത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെടുത്തിട്ട് ഞാൻ കറിയിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് പരിപ്പും കുമ്പളങ്ങയും മാങ്ങയും കൂടി വെക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. പിന്നെ ഒന്ന് ഇളക്കി നോക്കി, അത് ഇളക്കി ഇട്ടു. അപ്പോൾ കുമ്പളങ്ങ വേഗം ഒരു കഷ്ണങ്ങളാക്കി വെച്ചു. അപ്പോൾ നമുക്ക് ഈ കുമ്പളങ്ങയുടെ എന്താ പറയുക, കുമ്പളങ്ങ ഇങ്ങനെ കഷ്ണങ്ങളാക്കി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു 1/2 കിലോ നമ്മുടെ ശക്തൻ മാർക്കറ്റിൽ നിന്ന് പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഒരു ദിവസം. അപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അതിലുണ്ടായിരുന്നതാണ് നല്ല ഫ്രഷ് പച്ചക്കറികൾ തന്നെ ആ സമയത്ത് കിട്ടി. അങ്ങനെ പരിപ്പൊക്കെ വെന്ത് പരിപ്പിലേക്ക് ഈ കുമ്പളങ്ങയും മാങ്ങയും ഇതൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും, കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കും. പിന്നെ അതിന്
ഇത്തിരി മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഇന്ന് കേട്ടോ. സാധാരണ ഞാൻ പുളിങ്കറി വെക്കുമ്പോൾ അങ്ങനെ മല്ലിപ്പൊടി ചേർക്കാറില്ലെങ്കിലും ഇന്ന് ഈ പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് ഇളക്കി ഒന്ന് നല്ലപോലെ അടച്ചിട്ട് ഒന്ന് അടച്ചു വെക്കും. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമ്മുടെ വെണ്ടക്കായ വെന്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ കുക്കറങ്ങ് ചോദിച്ചു. അങ്ങനെ കുക്കറിൽ ആ പരിപ്പും കഷ്ണങ്ങളെല്ലാം വെന്തതിന് ശേഷം കുറച്ച് നാളികേരം എടുത്തിട്ട് അരച്ചു കൊണ്ടുവന്നു. അതെന്ന് വലിയ പേസ്റ്റ് വരുമൊന്നുമല്ല, സാധാ പോലെ ഒന്ന് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ അപ്പോഴാണ് അതിൻ്റെ ഒരു ഇത്. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കൊന്നും വേണ്ട, എന്നാലും ഒരു ചെറിയൊരു കുമിള പോലെ ഇങ്ങനെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വെച്ച് കൊടുക്കൂട്ടോ, വല്ലാണ്ട് തിളയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. വല്ലാണ്ട് തിളച്ച് നാളികേരം വെന്ത് കഴിഞ്ഞാൽ വലിയ സ്വാദം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പുറത്ത് അരിക്കുള്ള വെള്ളമൊക്കെ ഇങ്ങനെ തിളപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾക്ക് കുറച്ച് ഒരു തിളച്ച് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ചീനച്ചട്ടി അങ്ങ് വെച്ചുട്ടാ. ചീനച്ചട്ടി വെച്ചിട്ട് ചീനച്ചട്ടിയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ അങ്ങനെ ആ ചീനച്ചട്ടി അങ്ങ് ചൂടായപ്പോൾ ഞാൻ ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കും. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉലുവിട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് കുറച്ച് കടുക് ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് ഒരു വറ്റൽമുളക് എടുത്തിട്ട് ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. പിന്നെ ഞാൻ കുറച്ച് കായംപൊടിയും കൂടി ചേർത്തിട്ട് കൂട്ടാനൊക്കെ അങ്ങ് കാച്ചി അങ്ങ് വെക്കാം. അങ്ങനെ ഉപ്പേരിയായി, ഏട്ടന് കഞ്ഞിയായി, പിന്നെ ചാറ് കൂട്ടാനായി, എല്ലാം ആയി. അപ്പം ഞാൻ വീണ്ടും പുറത്തേക്ക് നടന്നു. പണികളൊക്കെ കഴിഞ്ഞു. ചോറും കറികളും ഇതൊക്കെ ആയി. ഏട്ടന് കഞ്ഞിയാണ് കുടിക്കാനുള്ളത്. അപ്പോൾ പിന്നെ കൂടുതൽ പണികളുണ്ടായില്ല. അപ്പോൾ കഞ്ഞിയിലേക്ക് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ കഞ്ഞിയൊക്കെ നോക്കി കഞ്ഞിയൊക്കെ കുടിച്ചു. അതിന് ശേഷം ഇനിയിപ്പോൾ ഏട്ടൻ ഓഫീസിലേക്ക് അങ്ങ് പോവും. അപ്പോൾ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് അടിക്കൽ തുടക്കൽ, പിന്നെ ബാക്കിയുള്ള പണികളുണ്ട്. മുറ്റൊന്നും അടിക്കുന്നില്ല, വേറെ ദിവസമൊക്കെ അടിക്കാം. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യാനുണ്ട്. വീട്ടിൽ ചേച്ചി ആരോ സംസാരിക്കുന്നുണ്ട്. അവിടെ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ CBI ഓഫീസറൊക്കെ വന്ന് താമസിക്കുന്നുണ്ട്. റിട്ടയർഡായിട്ടുള്ള CBI ഓഫീസറൊക്കെ ഞങ്ങളുടെ നൈബേഴ്സ് അതിൻ്റെ അവർ. അപ്പോൾ അവരൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. പിന്നെ ഇരുമ്പാമ്പുലിയുടെ ഇത് ഇങ്ങനെ ഒടിച്ച് കളയണം എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്ന് ഒടിച്ച് കളയാതെ നല്ലതാണ്. ഇരുമ്പാമ്പുളിയുടെ ഇല ഇങ്ങനെ ഉരിഞ്ഞു കളഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇരുമ്പാമ്പുളി ഉണ്ടാവും എന്നാണ് എല്ലാവരും പറയുന്നത്. അറിയില്ല. അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് ഒടിച്ച് മറിച്ച് കളയാമെന്നൊക്കെ വിചാരിച്ചു ഞാൻ കുറച്ച്. അപ്പം ഉള്ള സമയം കൊണ്ട് കുറച്ച് നേരം അങ്ങനെ നിന്നങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സുഖം. അങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടായാലോ എന്നുള്ളൊരു പ്രതീക്ഷ അല്ലേ. അപ്പോൾ അതങ്ങ് ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാനിതൊക്കെ ഇങ്ങനെ ഈ വക കസർത്തൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നത്. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ കേട്ടോ. അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.